ഹിന്ദുക്കളുടെ മഹാമനസ്കതയാണ് ഇവിടേക്ക് കടന്നു വന്ന ആശയങ്ങളെ ഒക്കെ തന്നെയും സ്വീകരിച്ചിരുത്തിയ പാരമ്പര്യം മാത്രമേ ഒരു മതത്തിൽ വിശ്വസിക്കാനും അത് ഫോളോ ചെയ്യാനും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. അത് ആരുടെയും മഹാമനസ്കതയൊന്നുമല്ല. അവര് ആർക്കും എതിരല്ല. ഭരണഘടന ഉറപ്പാക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കട്ടെ. തിരിച്ച് ഞാൻ പറയാം, എത്രയോ സ്ഥലങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരെ ഇന്നും ഉപദ്രവിക്കുന്നതായ നിരവധിയായ അനവധിയായ സംഭവങ്ങളുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അവിടേക്കൊന്നും തന്നെ കടക്കുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് മുഴുവൻ സമൂഹവും ഈ കുഞ്ഞുങ്ങളെ അടക്കം അടിച്ചവശരാക്കി. അതിനകത്ത് അടികൊണ്ടവര് ഇപ്പൊ ഈ കേസ് പോലീസ് എടുത്തേക്കുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിനകത്ത് ആവലാതിക്കാരായിട്ട് വന്നിട്ടുള്ളതിനകത്ത് 5 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് അതിനകത്ത് മൊഴി കൊടുക്കാൻ അല്ലെങ്കിൽ ആവലാതിക്കാരായിട്ട് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ്? ഒക്കെ തന്നെയും മുസ്ലിമുകളും ഹിന്ദുക്കളും മാത്രം. ഒരു ക്രിസ്ത്യാനിക്ക് പോലും പരിക്കേറ്റിട്ടില്ല. അപ്പൊ ഇത് അനാവശ്യമായ ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ മുഴുവൻ ആളുകളും ആലോചിച്ച് നോക്കണം. ക്രൈസ്തവ സഹോദരങ്ങളടക്കം ജബൽപൂരിൽ നോക്കൂ, ഒരു അന്ധ്യായ കാഴ്ചശക്തിയില്ലാത്ത ഒരു യുവതിയാണ് അവിടെയുള്ള BJP നേതാവ് ആക്രമിച്ചത്. അവിടെ ആഘോഷം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് അഞ്ജു ഭാർഗവ BJPയുടെ നേതാവല്ലെന്ന് പറയുമോ നിങ്ങൾ? അവിടെ ഒരൊറ്റ BJPക്കാരുണ്ടെങ്കിൽ അയാൾ സംഘടനയ്ക്ക് പുറത്തായിരിക്കും. ഒരു കാരണവശാലും ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരൊറ്റ BJPക്കാരനും അതിനകത്തില്ല. ഏതെങ്കിലും BJPക്കാരനോ ശൈലി അറിയാവുന്നത് കൊണ്ട് ഒരാൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അവൻ സംഘടനയ്ക്ക് പുറത്തായിരിക്കും. എത്ര ഉന്നതനായാലും ഒരു കാരണവശാലും അവരെ വെച്ചു പൊറുക്കുകയില്ല. അതിന് യാതൊരു സംശയമില്ലാത്ത ഇത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മേലെ കെട്ടിവെക്കാനോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ മേലെ കെട്ടിവെക്കാനോ നിങ്ങൾ ശ്രമിക്കേണ്ട. അത് നടക്കുകയില്ല, യാതൊരു സംശയവും വേണ്ട കാര്യത്തിന്. ശരി. ഏതായാലും ഇതെല്ലാം സംഘപരിവാറിന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന് മുകളിൽ കെട്ടിവെക്കുകയാണെന്നാണ് VR രാജശേഖരന്റെ വാദം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവർ ഇത് ആരെയാണ് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി എത്ര അക്രമ സംഭവങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജബൽപൂരിലുണ്ടായത്, റായ്പൂരിലുണ്ടായത്, ഇന്നലെ പോലും അവിടെ മോളിൽ കയറി അലങ്കാരങ്ങൾ, ക്രിസ്മസ് ആഘോഷം തടയുന്നു, സാന്റാക്ലോസ് അടിച്ചു തകർക്കുന്നു. സാന്റാക്ലോസും ഈ യേശുവുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പോലും അവർക്കറിയില്ല. അതുപോലും അറിയാതെയാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഇവർ ആരെയാണ് ഈ കണ്ണടച്ചിരുട്ടാക്കുന്നത്? നിങ്ങൾ ഇന്നലത്തെ വിഷയം പറയൂ, കരിമുളയ്ക്കല വിഷയം പറയൂ. കരിമുളയ്ക്കല വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം, ജബൽപൂരിലേക്ക് പോകാം. കരിമുളയ്ക്കൽ വിഷയം കേരളത്തിൽ നടന്ന വിഷയങ്ങളെ സംഭവത്തിലേക്ക് എന്തിനാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ കരിമുളയ്ക്കൽ വിഷയം ചർച്ച ചെയ്യൂ. ഈ RSS എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവരെ ഉന്മൂലനം ചെയ്ത് ഈ രാജ്യത്ത് സമുദ്രഗുപ്തൻ്റെയും ചന്ദ്രഗുപ്ത മൗര്യൻ്റെയൊക്കെ കാലത്തുള്ള ഒരു രാഷ്ട്രമുണ്ടാക്കണം. അത് ഹിന്ദു രാഷ്ട്രമായിരിക്കും, ആര്യബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം. അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ മതവിശ്വാസികളുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആകെ ഏകീകരണം ഉണ്ടാക്കാൻ അവർ മുസ്ലിങ്ങൾക്കെന്ന പോലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും രാജ്യത്ത് നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോവിൻ്റെ കണക്കുകൾ തന്നെ പറയുന്നത് 4648 ആക്രമണങ്ങളാണ്, അട്രോസിറ്റീസാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത്. ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് മറ്റേതെങ്കിലും സമൂഹങ്ങളിൽ ഇത്രയും സംഘടിതമായ നിരന്തരമായ ആക്രമണങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായിട്ട് നടന്നിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മാത്രമല്ല, ഇതിൻ്റെ ഇരട്ടിയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഓർഗനൈസ്ഡായിട്ട് ബജ്രംഗ് ദളും VHPയും RSSന്റെ പലതരത്തിലുള്ള പരിവാർ സംഘങ്ങൾ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദിവ്യ ഇവിടെ ചോദിച്ചല്ലോ, ജബൽപൂരിൽ, മധ്യപ്രദേശിൽ ജബൽപൂരിൽ അഞ്ജു ഭാർഗവ എന്ന് പറയുന്ന BJP നേതാവ്
കാഴ്ചശക്തിയില്ലാത്ത, കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയോട് പറയാണ്, നീ ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും കാഴ്ചയില്ലാത്തവളായിരിക്കും. എന്താണ്? അവൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്തുമസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങും പാടില്ല. ഈ രാജ്യത്ത് എന്തിന്റെ പേരിലാണ് ക്രിസ്തുമസ് ആഘോഷം? RSS നിയമവിരുദ്ധമായി രംഗത്തിറങ്ങി നിരോധിക്കുന്നത്. എവിടെയും ക്രിസ്തുമസ് ആഘോഷങ്ങൾ അനുവദിക്കില്ല. സാന്താക്ലോസിന്റെയും മുഖംമൂടിയും അതേപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരോട് ഒഡീഷയിലെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ക്രിമിനലുകളായ നേതാക്കൾ കാറിൽ വന്നിറങ്ങി പറയുന്നത് എന്താണ്? ഇവിടെ ഇത് അനുവദിക്കില്ല. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. എന്ത് ഹിന്ദു രാഷ്ട്രം? ഇന്ത്യൻ ഭരണഘടന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാർസികളും സിഖുകാരും ഒക്കെ അടങ്ങുന്ന ബഹുമതസ്ഥരായ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സെക്കുലർ റിപ്പബ്ലിക് ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ RSSകാർ തെരുവിലിറങ്ങി പാവപ്പെട്ട കച്ചവടക്കാരോട് പറയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമതാഘോഷത്തിന്റെ സാധനങ്ങൾ വിൽക്കരുത്, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ വിൽക്കാൻ സമ്മതിക്കില്ലെന്ന്. ഇവർക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? അപ്പോൾ പകൽ ക്രിമിനലുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ഒരു മതത്തിൻ്റെ ആഘോഷം മാത്രമായിട്ട് പരിചയപ്പെട്ട് നിൽക്കുന്നതല്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ അത് ജനങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, പുൽക്കൂടുണ്ടാക്കുന്ന ആളുകളുണ്ട്, ഈ കരോൾ ഗാന സംഘങ്ങളായി പോകുന്ന ആളുകളുണ്ട്. ഇന്ത്യയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?